എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ദേവിക താലി ഊരോ ഇല്ലയോ? എന്റെ പാർവതി, ഇതൊക്കെ ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് നീ എന്തിനാ വാശി പിടിക്കുന്നേ? ഇത് സമാധാനമായിട്ട് ആലോചിച്ച് ചെയ്താ പോരെ? പോരാ. കല്യാണം ഉറപ്പിച്ച പെണ്ണ ദേവിക. പിന്നെ എന്തിനാ എന്റെ മോന്റെ താലി കഴുത്തിലിട്ടോണ്ട് നടക്കുന്നേ? ഊരാ മടിയുണ്ടാവുന്നേ. ദേവികയ്ക്ക് മടിയുണ്ടെങ്കിലേ ഞാനൂരാ. നീ എന്തേ കാണിക്കും? എന്റെ താലി തുടങ്ങാൻ ആരെയും സമ്മതിക്കില്ല. കണ്ടോ കണ്ടോ ഇവളുടെ അഹങ്കാരം. എന്റെ മോന്റെ താലി കഴുത്തിലിട്ടോണ്ട് എന്തായാലും സിദ്ധുവിനെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തിനാ ദേവിക വാശി പിടിക്കുന്നേ? നീയല്ലേ വാശി പിടിക്കുന്ന പാർവതി? ആവശ്യമില്ലാത്തൊരു വിഷയ നീ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന. ഈ കഴുത്തി കിടക്കുന്ന താലി ഊരിയാൽ എന്താ, ഊരിയില്ലെന്താ? അത് ഊരണം, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. പാർവതി, ഇത് നിന്റെ പിടിവാശിയ. ദേവിക മോള് തീരുമാനിക്കട്ടെ എന്തു വേണോന്ന്. നീ അതിനകത്ത് ഇടപെടണ്ട. മനോഹരേട്ടൻ എന്തിനാ എപ്പോഴും ദേവികയുടെ വശത്ത് മാത്രം നിൽക്കുന്നേ? ഇവള് ചെയ്യുന്നത് ശരിയാണെന്ന് മനോഹരേട്ടന് തോന്നുന്നുണ്ടോ? ശരിയല്ലെന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും? ദേവിക മോള് സിദ്ധും കൂടെ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന്. മോള് സിദ്ധുവായിട്ടൊന്ന് സംസാരിക്കും. സിദ്ധുവിന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാ മോൾ അങ്ങനെ ചെയ്യും. അപ്പോ എന്റെ അഭിപ്രായത്തിന് ഈ വീട്ടിൽ ഒരു വിലയില്ലേ? എന്റെ പൊന്ന് പാർവതി, അങ്ങനെ ആരേലും പറഞ്ഞോ? നീ മനഃപൂർവ്വം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നേ. ഇതൊന്നും ശരിയല്ല. അല്ലെങ്കിൽ മനോഹരേട്ടൻ ഇങ്ങനെയാ, ഞാൻ എന്ത് പറഞ്ഞാലും അതിനെതിരാ. എന്റെ പാർവതി, തീരുമാനം ഞാൻ പറഞ്ഞല്ലോ. ദേവിക മോളും സിദ്ധുവും കൂടെ തീരുമാനിക്കും താലി ഊരണോ വേണ്ടയോ എന്ന്. നമ്മൾ ഇതിനകത്ത് ഇടപെടണം. നീ എനിക്ക് കുടിക്കാൻ കടുപ്പത്തിലുള്ളൊരു കട്ടൻ കാപ്പി എടുത്തുണ്ടോ? ചെല്ലേ. ജോറ് സാറാണല്ലോ. ഹലോ ജോറ് സാറേ. കണ്ണീരാറ്റിൽ ചാഞ്ചാടി എങ്ങോ പോകും മൺതോണി, ഒരു യാത്ര മുറിയും പറയാതെ തനിയേ ഇന്നെൻ്റെ നെഞ്ചിലെ തീയിൽ വീണു പണ്ടത്തെ സ്വപ്നങ്ങൾ വെണ്ണീറായി.